ഓക്കെ, അപ്പോൾ നമ്മൾ അലക്സ് പെഹേര ആൻഡ് ജമഹൽ ഹിൽ അവരുടെ ഫൈറ്റ് ഹൈലൈറ്റ്സിൻ്റെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അലക്സിൻ്റെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര ആളുടെ ആ ഒരു ഫേസ് ഓഫ് കണ്ടോ, ഫേസ് ഓഫിൽ അലക്സിൻ്റെ ദേഷ്യം മുഖത്തുണ്ടായിരുന്നു. കളി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഫൈൻ. ഈ അലക്സ് ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ആ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് കണ്ടു നോക്കൂ. ഞാനിപ്പോൾ കുറേ വട്ടമായി കാണുന്നു. ആ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഇങ്ങനെ മുന്നോട്ട് വെക്കും, ഇങ്ങനെ ജമഹലിൻ്റെ നേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. ബൈ ദ ബൈ, അലക്സ് ഓർത്തഡോക്സിലാണ് നിൽക്കുന്നത്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലെഗ് മുമ്പും റൈറ്റ് ലെഗ് പിൻപും. ജമഹൽ ഹിൽ സൗത്ത് പോയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ അലക്സ് കളിക്ക് ഉടനീളം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പുള്ളിയുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഇങ്ങനെ, എനിക്ക് തോന്നുന്നു മെഷർമെൻറ്റ് ഡിസ്റ്റൻസ് അളക്കുന്നതായിരിക്കാം. ഓക്കെ, ഫസ്റ്റൊക്കെ തന്നെ മെഷർമെൻറ്റുകളായിരുന്നു, രണ്ടുപേരും പരസ്പരം അളന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അലക്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ജാബ് പോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ബോഡിക്കാണ് മാത്രം. ജാബ് സാധാരണ ഫേസിലല്ലേ കൊടുക്കുന്നത്, പക്ഷേ ഇദ്ദേഹം ജമഹലിൻ്റെ ഈ വയറ് ഭാഗത്തായിട്ടിട്ട് ജാബ് കൊടുക്കുന്നുണ്ട്. ഇത് ഹൈലൈറ്റാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊരു എന്ന് പറഞ്ഞ് എന്തിനാന്ന് മനസ്സിലായില്ലേ. ആ നോക്കൗട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സ്ലോ മോഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫുൾ ഇമ്പാക്റ്റ്, കൈയുടെ ഫുൾ ഇമ്പാക്റ്റ് വന്നിട്ടില്ല. ഈ ഭാഗം ഉണ്ടല്ലോ, അത് ഇതാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പവറായിരിക്കും എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഫുൾ ഇതായിട്ട് കൊണ്ടിട്ടില്ല. അതായത് ഫുൾ കൈപ്പത്തി പതിഞ്ഞിട്ടില്ല ജമഹലിൻ്റെ മുഖത്ത്. ആ പിങ്കി ഫിംഗർ എന്ന് പറയത്തില്ല, ഇതിൻ്റെ നക്കിൽ നിന്നാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ജമഹലിൻ്റെ കണ്ണെല്ലാം കൂടെ പിന്നിലോട്ട് ഇങ്ങനെ ആവുന്നുണ്ട്, ഇങ്ങനെ. അപ്പോൾ ആ ഒരു ഹുക്കിൽ എന്തുമാത്രം പറഞ്ഞു. പിന്നെ ഇത് ഹുക്കുമായിരുന്നു അപ്പർക്കട്ടുമായിരുന്നു, രണ്ടും കൂടെ ചേർന്നിട്ട് ഹുക്കട്ട്. പുതിയൊരു പേര്, ഹുക്കട്ട്. അങ്ങനെ സത്യത്തിലില്ല കേട്ടോ, ഞാനിപ്പോൾ കൊടുത്ത ഒരു പേരാണ്. അതൊരു അപ്പർക്കട്ടുമായിരുന്നു, എന്നാൽ ഹുക്കുമായിരുന്നു. ആ രീതിയിൽ ആണ് വന്നത്, പ്രോപ്പർ ഹുക്ക് അല്ലായിരുന്നു അത്. പിന്നെ രസം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ എങ്ങനെയാണ് പഞ്ച് ചെയ്യുന്നത്? അല്ല, നമ്മളെന്നല്ല പോട്ടെ, ഒരു പഞ്ചിൻ്റെ പവർ എങ്ങനെയാണ് വരുന്നത്? ബോഡി ഫുള്ള് കറങ്ങിയിട്ടൊക്കെയല്ലേ വരുന്നത്. ഇപ്പോൾ ഈ മൂപ്പര് ഇപ്പോൾ ആ ഇടിച്ചത്, നോക്കൗട്ടിൽ ഇടിച്ചത്, പുള്ളിയുടെ ബോഡി റൊട്ടേഷനൊന്നും ഇല്ല. അവിടെ നിന്ന് തന്നെ പുള്ളിയുടെ കൈ മാത്രമേ അനങ്ങിയുള്ളൂ. ആ കൈയും കറക്റ്റായിട്ട് പതിഞ്ഞതും ഇല്ല. എന്നിട്ട് കൂടിയാണ് ഇത്രയും ശക്തിയിൽ അത് കൊണ്ടിരിക്കുന്നത്. അത് കൊണ്ട ഉടനെ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്നറിയോ? ജമഹൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തോ. പെട്ടെന്ന് സ്റ്റോപ്പൊന്നും ആയിരുന്നില്ല. നമ്മൾ സ്ലോ മോഷനിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു നക്കിളുണ്ടല്ലോ, ഇത് പതിഞ്ഞ ഉടനെ തന്നെ മൂപ്പരുടെ കണ്ണൊക്കെ മേളോട്ട് പോകുന്നുണ്ട്, ഈ മരിക്കാൻ പോണ പോലെ. എന്നിട്ട് താഴോട്ട് വീഴുമ്പോഴത്തേനും പുള്ളിക്ക് ഐഡിയ ഇല്ല, പുള്ളിയുടെ ബോധം പോയി. റഫറി കറക്റ്റ് സ്റ്റോപ്പേജ് ആയിരുന്നു. ഹെർബ് ഡീനാണ് റഫറി, പുള്ളിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, അപ്പം അലക്സ് കളിക്ക് മുമ്പ് ചാൾസ് ഒലിവറുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അത് മൈ ഹാൻഡ് ഈസ് കാലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കറക്റ്റായിരുന്നു കേട്ടോ. പുള്ളി ട്രെയിൻ ചെയ്തുണ്ടല്ലോ, വേറെ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. ആ കൈ ഉണ്ടല്ലോ, പാറക്കല്ലാണ്. ഇത് പലവരും പറഞ്ഞിട്ടുണ്ട്, ഷോൺ പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടു കഴിഞ്ഞാൽ, നമ്മളിത് കളിക്ക് മുമ്പ് പറഞ്ഞു, അത് കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണേലും കാണിച്ചു, നിങ്ങൾ മോഹിനിയാട്ടം ചെയ്തു, ഭരതനാട്യം എന്ത് വേണേലും ചെയ്തു, പക്ഷേ ആ കൈ കൊണ്ടു കഴിഞ്ഞാൽ താഴെ വീണ് നിങ്ങളുടെ കഥകളിയായിരിക്കും. ഓക്കെ, അലക്സ് ഈ ഗെയിം പഠിച്ചിട്ടുണ്ട്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് MMA. ആൾ റെഡിയായി, ആൾ സെറ്റായി. ഇനി ഒരു തികഞ്ഞ ഒരു ഗ്രാപ്ലറിനെ പറ്റത്തുള്ളൂ പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. വെരി ഗുഡ്, ഓസം, അടിപൊളി. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗൈസ്. അടുത്ത വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജസ്റ്റിൻ KG മാക്സ് ഹോളോവേ. സ്റ്റേ ട്യൂൺഡ്. നിങ്ങളും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കും.